പ്രൈസ് അലോട്ട്. ഇന്നും ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം പത്രോസ് എഴുതിയ 1 ലേഖനം 4 അധ്യായം 13 വാക്യം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുകയും അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രിയമുള്ളവരെ, 2 കാര്യമാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളിയാക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരമാണ്. ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് അതിൽ ആഹ്ലാദിക്കണം. അതിനുശേഷം വചനം പറയുന്നു, അങ്ങനെ നമ്മൾ പങ്കാളികളാകുമ്പോൾ രണ്ടാമത്തെ കാര്യം, അവൻ്റെ മഹത്വം വെളിപ്പെടും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് അത്യധികം ആഹ്ലാദിക്കാൻ സാധിക്കും. ഒന്ന് മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം, വേദനയും പ്രയാസമൊക്കെ വരുമ്പോൾ തളരരുത്, മറിച്ച് അതിൽ സന്തോഷിക്കണം. എന്നാൽ പത്രോസിലേ പറയുന്നു, അങ്ങനെ നാം ചെയ്യുമ്പോൾ അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുക. അങ്ങനെ പങ്കാളികളാകുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ മഹത്വം അതിലൂടെ ദർശിക്കാൻ സാധിക്കും. അപ്പോൾ സന്തോഷിക്കുകയല്ല, അത്യധികം ആഹ്ലാദിക്കാൻ സാധിക്കുമെന്നാണ് വചനം പറയുന്നത്. പ്രൈസ് അലോൺ. പ്രിയമുള്ളവരെ, കഷ്ടതയും ബുദ്ധിമുട്ടൊക്കെ, സഹനമൊക്കെ, പീഡകളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ദൈവത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കും, അടുപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്. കഷ്ടതയൊക്കെ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം വരും. പക്ഷേ അത് ഒരിക്കൽ വെളിപ്പെടുമ്പോൾ ദൈവ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ക്രിസ്തീയ ധൈര്യത്തോടുകൂടി കഷ്ടപ്പാടുകളെ നേരിടുവാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നിട്ട് അമ്മ പറയുക, അങ്ങനെ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അപ്രത്യക്ഷമാകും. പോരാത്തതിന് അമ്മ പറയുന്നത്, ആ വേദന നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ അനുഭവിക്കുന്ന വ്യത്യസ്തമായ കഷ്ടപ്പാടും ദുഃഖമെല്ലാം അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരുന്ന അവസരമായിട്ട് ദൈവത്തിൻ്റെ കഷ്ടപ്പാടോട് ചേർന്ന് നിന്ന് സഹിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമായി ദൈവം തരുന്ന നമുക്ക് കാണണം. അങ്ങനെ നമ്മൾ ചേർന്ന് സഹിക്കുമ്പോൾ അതിലൂടെ വലിയ മഹത്വം കിട്ടും. അമ്മ ത്രേസ്യ പറയാണ്, അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ അപ്രത്യക്ഷമാകുകയും എന്നിട്ട് അമ്മ പറയുക, അതൊരു സന്തോഷമായി മാറാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് സന്തോഷമായി ദൈവം മാറ്റുമെന്നാണ് പറയുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാം. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ സഹനത്തോടൊപ്പം പങ്കുവയ്ക്കുവാനും അത് കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒന്നായി മാറുവാൻ സാധിക്കുകയും ചെയ്യും. അതിലൂടെ വലിയ മഹത്വം കർത്താവ് തരുകയും ചെയ്യും. ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുവാൻ ഒരു ക്രൈസ്തവ ധൈര്യം ദൈവം തരുമെന്നും ആ കഷ്ടപ്പാടും ദുഃഖമെല്ലാം പിന്നീട് ആ സന്തോഷമായി മാറുമെന്നും ആവിലാലെ അമ്മ ത്രേസ്യ പറയുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസത്തെ ഓരോ നിമിഷവും ദൈവത്തോട് കൂടിയാകുവാനും ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് സഹിക്കാനുള്ള കൃപ കിട്ടാനും വേണ്ടി, ഒപ്പം തന്നെ അതൊക്കെ വലിയ സന്തോഷത്തിലേക്ക് നമ്മൾ നയിക്കുമെന്ന കാര്യം മറക്കരുത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വെച്ചാൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശുവാന്തര നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാ മക്കൾക്കും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ സഹനത്തിൽ പങ്കാളികളാകുവാൻ കിട്ടുന്ന അവസരം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അത് വലിയ സന്തോഷത്തിലേക്ക് നമ്മെ മാറ്റുമെന്ന ബോധ്യത്തിൽ ജീവിക്കാനും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.